സിവിൽ പോലീസിൽ ഡിവൈഎസ്പി റാങ്കിന് തുല്യം 1,00,000 മേലെ സാലറി, ഗ്രൂപ്പ് എ ഗസറ്റഡ് പോസ്റ്റാണ്. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിലേക്ക് അസിസ്റ്റന്റ് കമാൻഡന്റിന്റെ പോസ്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതിന്റെ വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. UPSC മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇനി എന്താണ് ഇതിൻ്റെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ? ബാച്ചിലേഴ്സ് ഡിഗ്രി മതി, ഏതെങ്കിലും ഡിഗ്രി മതി. അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നൊന്നും പറയുന്നില്ല. ടെക്നിക്കൽ ഡിഗ്രിയോ പ്രൊഫഷണൽ ഡിഗ്രിയോ ആയാലും മതി. ഇനി ഫൈനൽ ഇയർ എഴുതുന്നവരാണ് എങ്കിൽ ഫൈനൽ ഇയർ എഴുതുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. SC, ST, OBC, അതേപോലെ തന്നെ എക്സ് സർവീസ്മെൻ, അതേപോലെ സെൻട്രൽ സിവിലിയൻ സർവീസിലുള്ളവർക്കും നിയമാനുസൃതമായ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ SSCയിലെ CAGLോ അല്ലെങ്കിൽ CHSLോ അല്ലെങ്കിൽ MTS ആയിട്ടോ കിട്ടിയവർക്കും 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. 349 വേക്കൻസീസ് ആണുള്ളത്. 5 ഫോഴ്സുകളിലായിട്ടാണ് ഈ വേക്കൻസീസ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് BSFലാണ് 108, CRPFല് 106 വേക്കൻസീസ് ആണ് വരുന്നത്. പിന്നീട് വരുന്നത് CISFലാണ് 70 വേക്കൻസീസ് ആണ് അസിസ്റ്റന്റ് കമാൻഡന്റിനുള്ളത്. പിന്നെ SSB 53 വേക്കൻസീസ് ആണ് വരുന്നത്. ഏറ്റവും കുറവ് വരുന്നത് ITBPക്കാണ്, 12 വേക്കൻസീസ് ആണുള്ളത്. അങ്ങനെയാണ് ടോട്ടൽ 349 വേക്കൻസീസ് വരുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്? ഇതൊരു 3 സ്റ്റേജ് എക്സാം പ്ലസ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റിട്ടൺ പേപ്പർ ആണ്. സെക്കൻഡ് സ്റ്റേജ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുമാണ് വരുന്നത്. PST, PET എന്ന് പറയും. ആൻഡ് മൂന്നാമത്തത് പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ ഇന്റർവ്യൂ. ഇതിലെ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത് 2 പേപ്പറായിട്ടാണ് വരുന്നത്. പേപ്പർ 1ഉം പേപ്പർ 2 എന്ന് പറയുന്നത്. പേപ്പർ 1 രാവിലെയാണ് നടക്കുന്നത്. എക്സാം 10 മുതൽ 12 മണി വരെയാണ്. 2 മണിക്കൂറാണ്. OMR ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആൻഡ് പേപ്പർ 2 എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ എബിലിറ്റി ആൻഡ് ഇന്റലിജൻസ് ആണ്. അതിനകത്ത് ചോദ്യം ചോദിക്കുന്നത് സാധാരണ നമ്മളൊരു UPSC എക്സാമിനൊക്കെ വരുന്ന അതേ രീതിയിലാണ്, പ്ലസ് മാത്സും കൂടി ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസം. അതായത് മെന്റൽ എബിലിറ്റി എന്നാണ് പറയുന്നത്. സോ ഹിസ്റ്ററി, ജോഗ്രഫി, കറന്റ് അഫയേഴ്സ്, പൊളിറ്റി എന്നീ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാർക്സ് വരുന്നത് 250 ആണ്. 250 2 മണിക്കൂറുമാണ് സമയം വരുന്നത്. എന്നാൽ പേപ്പർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. അതിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് എയും പാർട്ട് ബി എന്ന് പറയുന്നത്. പാർട്ട് എ എന്ന് പറയുന്നത് കറന്റ് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ ഹിസ്റ്ററി, പൊളിറ്റി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആയിരിക്കും വരുന്നത്. 80 മാർക്കാണ് അതിന് വരുന്നത്. ആൻഡ് പാർട്ട് ബി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. 120 മാർക്സ് ആണ് വരുന്നത്. അതിനകത്ത് പ്രൈസി റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ്, ബേസിക് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. സോ ടോട്ടൽ പേപ്പർ 2ന് 200 മാർക്സ് ആണ് വരുന്നത്. സമയം അനുവദിച്ചിരിക്കുന്നത് 3 മണിക്കൂറാണ്. ഇത് 2 എക്സാമും ഒരേ ദിവസമായിരിക്കും നടക്കുന്നത്. 10 മുതൽ 12 മണി വരെ പേപ്പർ 1ഉം അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഉച്ചക്കുള്ള സെഷനിൽ 3 മണിക്കൂർ പേപ്പർ 2 ആയിരിക്കും നടക്കുന്നത്. എൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പേപ്പർ 1 ക്വാളിഫൈ ചെയ്തവരുടെ മാത്രമേ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അതായത് പേപ്പർ 2 ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. ഇനി സെക്കൻഡ് സ്റ്റേജ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുമാണ്. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് മെഷർമെന്റ്സ് ആണ് പറയുന്നത്. അതിൽ മെനിനും വിമനും സെപ്പറേറ്റ് മെഷർമെന്റ്സ് ആണ്, ഹൈറ്റും വെയിറ്റും പറയുന്നത്. പിന്നെ മെനിനാണെങ്കിൽ ചെസ്റ്റ് മെഷർമെന്റ്സും പറയുന്നുണ്ട്. അപ്പം അതിൽ മെനിന് മിനിമം ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 165 സെന്റിമീറ്റർ, വിമനുള്ളത് 157 സെന്റിമീറ്റേഴ്സ് ആണ്. അതിന് ആനുപാതികമായിട്ടുള്ള വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ ഹൈറ്റിലും വ്യത്യാസം വരുമ്പം എത്രയാണ് വെയിറ്റിലുള്ള വ്യത്യാസം എന്നുള്ളത് ഒരു ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചാണ് മെനിന് ചെസ്റ്റ് മെഷർമെന്റ്സും ഉണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, NCC B ആൻഡ് C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഇന്റർവ്യൂവിന്റെ ടൈമിന് കൺസിഡറേഷൻ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഗ്രേസ് മാർക്സിന്റെ കാര്യം ഒന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ 2 സ്റ്റേജും കഴിഞ്ഞ് ഇന്റർവ്യൂ വരുമ്പോൾ മാത്രമാണ് ഒരു കൺസിഡറേഷൻ വരുന്നത്. സോ വൺസ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അപ്പം അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ടെസ്റ്റാണ് വരുന്നത്. ഐറ്റംസ് ഒന്ന് തന്നെയാണ്. 100 മീറ്റർ റേസ്, 800 മീറ്റർ റേസ്, അതേപോലെ ലോങ് ജമ്പ് വരുന്നുണ്ട്. പുരുഷന്മാർക്ക് ഒരു എക്സ്ട്രാ ഐറ്റം വരുന്നുണ്ട്, ഷോർട്ട് പുട്ട് വരുന്നുണ്ട്. സോ അതിൻ്റെ ഓരോന്നിനും എത്ര സെക്കൻഡ്സിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എത്ര മിനിറ്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിൽ വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നോക്കിയിട്ട് പോവുക. ഇനി തേർഡ് സ്റ്റേജ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇന്റർവ്യൂ അഥവാ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. 150 മാർക്കാണ്. UPSC ആണ് ഇന്റർവ്യൂ നടത്തുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് മെഡിക്കൽ എന്ന് പറയുന്നത്. പോലീസ് സേനയിലെ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ മെഡിക്കലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് കണ്ണിന്റെ വിഷന്റെ കാര്യം നോക്കുന്നുണ്ട്, ഹിയറിംഗ് ഇമ്പയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്നുണ്ട് അഥവാ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നോസ്, ദെൻ ലാസിക് സർജറി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യവും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അനുവദനീയമായ ടാറ്റു ഏതൊക്കെയാണെന്നുള്ള കാര്യം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ സ്റ്റാമറിംഗ് പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതും ഒന്ന് ശ്രദ്ധിച്ചേക്കണം.
ഇനി ഈ 4 സ്റ്റേജസ് കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനലി ലിസ്റ്റ് വരുന്നത്. ഇനി എക്സാം ഫീസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 200 രൂപയാണ് വരുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും OBC EWS കാൻഡിഡേറ്റ്സിനാണ് ഇത് വരുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC ST കാൻഡിഡേറ്റ്സിനും ഫീസൊന്നുമില്ല. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് upsconline.nic.in എന്ന് പറയുന്നതാണ്. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ URN എടുക്കണം, യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. അതിനുശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 12 മാർച്ച് 2026 ആണ്. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്. കാരണം എക്സാം സെൻറ്റേഴ്സ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സാം സെൻറ്റർ നമുക്ക് കിട്ടില്ല. അപ്പോൾ എക്സാം സെൻറ്റേഴ്സിൻ്റെ കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് 2 മാത്രമേ വരുന്നുള്ളൂ, തിരുവനന്തപുരം, കൊച്ചി. പിന്നെ നമുക്കൊരു എക്സാം സെൻറ്റർ അഥവാ തിരുവനന്തപുരം, കൊച്ചിയും അവൈലബിൾ അല്ല എങ്കിൽ പിന്നെ നമുക്ക് ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്. വേറെ എവിടെയും നമുക്ക് അടുത്തായിട്ടുള്ള ഒരു എക്സാം സെൻറ്റർ നമുക്ക് കാണാനില്ല. ഇനി എക്സാം ഡേറ്റ് അറിയണ്ടേ? 19th ജൂലൈ 2026 ആണ് എക്സാം ഡേറ്റ് വരുന്നത്. അതുപോലെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് എത്രയാണ് അനുസരിച്ച് വേണം നമുക്ക് പഠിക്കാനായിട്ട്. അപ്പം ഈ പ്രീവിയസ് ഇയർ കട്ട് ഓഫിൻ്റെ കാര്യങ്ങളെല്ലാം ടോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്, അലോങ് വിത്ത് കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ.